ഹായ് ഗായ്സ്, വെൽക്കം ടു യുവർ ന്യൂ വ്ളോഗ്. ഇവിടെ ഒരാൾ ഭയങ്കര സങ്കടത്തിൽ, എന്താ അറിയോ, ഓള് ജനിച്ചപ്പോൾ വാങ്ങിച്ചൊരു വണ്ടിയാ, അത് ഇന്ന് വിൽക്കാൻ പോവാ. അതിന്റെ സങ്കടത്തിൽ ഇവിടെ ഒരാൾ വന്ന് എന്നാ വേണമെങ്കിൽ നമുക്ക് ആ വണ്ടി കാണിച്ചെടുക്കാം. ആക്രിക്കാർക്ക് കൊടുക്കണം ആ വണ്ടി. ആ വണ്ടി കാണിച്ചതാ, ഈ പാഷൻ പ്രോ ആണ്. പോവാണെന്നാ ഇപ്പൊ വണ്ടി വണ്ടി ഇതായിരുന്ന ആക്രിക്കാർക്ക് കൊടുക്കണം ഈ വണ്ടി. ഈ വണ്ടി എടുക്കാൻ ഒരാള് വരുന്നതാ. ഇവന്റെ ഓർമ്മ കരിയോ. ഇനി ആലോചിക്ക്, ഇനി അന്ന് പ്രസവിച്ചപ്പോ വാങ്ങിച്ച വണ്ടിയല്ലത്. പ്രസവിച്ചപ്പോ എന്റെ വയസ്സാണ് പാപ്പാ വിളിക്കുന്ന നീ എന്താ ആലോചിച്ചിരിക്കുന്നത്? മഴ പോയി തൊട്ടോ? പിന്നെ വണ്ടി ആണല്ലോ കേട്ടോ. 25 കൊല്ലം നമ്മൾ വണ്ടി പോകുന്ന പോക്കണ്ടില്ലെങ്കിൽ എത്ര കൂടിയ 2001 പറയുമ്പോ ഇപ്പൊ അപ്ലൈ ഞാൻ ഞാൻ 2021 ഏപ്രിലാ. 2001 ഏപ്രില് 2001 വണ്ടിയാ എടുത്തോ. ഇല്ല, വണ്ടി എടുത്തോ? വണ്ടി പാപ്പ എന്റെ മോളൊന്ന് കേറിക്കോട്ടെ. കേറി ഫോട്ടോ എടുത്തതാ. വണ്ടി പോയി വാ, ഇവന്റെ വണ്ടി പോയി. ആരോ ഗൾഫ് പോകുന്ന മാതിരി നോക്കിക്കുന്നതൊക്കെ സങ്കടത്തിന്. നിങ്ങൾക്ക് ആർക്കും സങ്കടമില്ല. 6104 എന്തേ ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ട്. ഈ വണ്ടിയിൽ ഇങ്ങനെ പോയ ഓർമ്മ ഉണ്ടെങ്കിൽ, ഈ വണ്ടിയിലൊക്കെ പോയ ഓർമ്മ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ പോയി നീ അതിന്റെ മോളല്ലേ നമ്മൾ പോലല്ലോ. പിന്നെ അന്നെ സ്കൂളിലാക്കി തന്നൊക്കെ അതിന്റെ മോളെ. പിന്നെ എപ്പോഴാ ആക്റ്റീവ് വാങ്ങിച്ചേ? അപ്പൊ അത്രയും ഓർമ്മകൾ ഉണ്ടാ വണ്ടിക്ക് പറയുന്നത്. പിന്നെ സാരില്ല, അങ്ങനെയാണ് ലൈഫ് എന്ന് പറയുന്നത്. എന്താണ് ആശിക്ക, ചിലതൊക്കെ നമ്മൾ വിചാരിക്കാണ്ട് പോകൂലേ. മുമ്പിലിരുന്നെങ്കി പോയത് വേണ്ടിട്ട് ആശിക്ക. ഫോട്ടോ എടുത്തോട്ടെ. വണ്ടിന്റെ ഓരോ പാർട്സ് പോലും സമ്മതിക്കുന്നില്ല, ഓർക്ക് കൊടുക്കാൻ സമ്മതിക്കില്ല. ഇത് ഓൾറെഡി വില പറഞ്ഞ വണ്ടിക്ക് ഇങ്ങനെ കളിച്ചിട്ടും കാര്യമില്ല. എന്താ ചെയ്യാ, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അതെന്താ വെച്ചാൽ ഓള് +1 അല്ല, എത്ര വരെക്ക് പോയിട്ടുണ്ട്? 10ാം ക്ലാസ് വരെ അല്ലേ? എന്നാൽ എത്ര ക്ലാസ് വരെ പോയിട്ടോ വാപ്പ വണ്ടിയില്? +2 വരെ അവളെ വാപ്പ കൊണ്ടാക്കിയൊക്കെ ഈ വണ്ടിയില. ഓള് ജനിച്ച അതേമാതിരിയുള്ള വർഷായം കൊണ്ട് തന്നെ ഫുൾ മെമ്മറീസ്. അതുപോലെ ചെറുപ്പകാലൊക്കെ ഈ യാത്ര ചെയ്തൊക്കെ ഈ വണ്ടിയില. അതൊരു ഇമോഷണൽ ആയിട്ട് വന്നല്ലേ. ഇതിനാ കൊടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ ഞാൻ എന്തിനാ കൊടുക്കുന്ന വെച്ചാൽ ഞാൻ ആലോചിച്ചോക്ക്, ആരും യൂസ് ചെയ്യുന്നില്ലല്ലോ ഇപ്പൊ. ഞാൻ തന്നെ ആക്രി കൊടുക്കുന്നല്ലേ. അപ്പൊ ആരും യൂസ് ചെയ്യാൻ കൊടുക്കാം. വേണമെങ്കിലും ഓളോട് കൊണ്ട് വെച്ചെന്ന് പറഞ്ഞതാണ്, നമ്മളോട് വെച്ചെന്ന് പറഞ്ഞു. പക്ഷെ എന്താ പറയുക, നശിച്ചു പോകുള്ളൂ അല്ലേ. ആരെങ്കിലും യൂസ് ചെയ്യണം. സംഭവം നല്ല വണ്ടിയൊക്കെ തന്നെ അല്ലേ. ഇപ്പോഴും കണ്ടീഷനാണ്. ഒന്ന് ചെറിയൊരു പണിയൊക്കെ എടുത്താൽ മതി അല്ലേ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്താ പറയുക, ഇന്നലെ ഇപ്പൊ വീട്ടിലേക്ക് വന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താക്കി ഈ ഒരു അസുലഭ നിമിഷം, മുഹൂർത്തം കാണാനായി. അല്ലെങ്കിൽ ഓളമ്മ പോ വിളിച്ച് പറയുള്ളൂ, മോളെ വണ്ടി പോയിട്ടോ. അന്നേരം അവൾക്ക് ഭയങ്കര സങ്കടം. ഇപ്പൊ എനിക്ക് ഇവിടെ എത്തണോ, ഇത് അവിചാരിതമായിട്ട് ആള് വന്നത് ഇന്ന് ആ സമയത്ത് അവള് വീട്ടിലുണ്ട്, അതുകൊണ്ട് അവൾക്ക് കാണാൻ പറ്റി. അല്ലെങ്കിൽ അല്ലേ അതങ്ങനെ തന്നെ അല്ല. അപ്പൊ നമ്മളെ ജീപ്പ് കുറച്ചേരം കൊടുക്കുമ്പോ സങ്കടം ഉണ്ടാവില്ലേ. ജീപ്പ് മാതിരി അല്ല സുട്രി വന്ന അതാ ജീപ്പിലൊക്കെ മെമ്മറീസ് ഇല്ല. ജീപ്പിന് മെമ്മറീസ് ഇല്ലാന്ന് പറഞ്ഞില്ലല്ലോ. ഇതിനുള്ള പ്രായത്തിന്റെ മെമ്മറി ഉണ്ട്.
അല്ലേ? ജീപ്പിനാകെ എന്റെ വയസ്സെന്ന് പറഞ്ഞ് കൊണ്ടെടുക്കലേ. എപ്പോഴും പറയുന്നല്ലേ എന്റെ പ്രായം വണ്ടിക്ക് ഒരേ പ്രായം എന്നുള്ള. ഇപ്പൊ ആളെ വീട്ടിലാട്ടോ ഗൈസ്. അപ്പൊ അങ്ങനെയൊക്കെയാണ്, സാരമില്ല അല്ലേ? ലൈഫിൽ എങ്ങനെയല്ലേ, ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ലൈഫ് ഈസ് അൺപ്രഡിക്റ്റബിളാ. ഇത് അൺപ്രഡിക്റ്റബിൾ. ഇത് വേണമെന്ന് വെച്ചാൽ ഇവിടെ വെച്ചൂടെ? എന്നാ ഞാൻ ഉണ്ടാക്കിയോ? അത് ശരിയല്ലേ? വേണമെങ്കിൽ ഇവിടെ ഇവിടൊക്കെ വെച്ച് 25 കൊല്ലോ ആരെയും നോക്കിയോ? വിൽക്കാൻ പോയപ്പോഴല്ലേ നോക്കുന്നത്, അത് വരെ തിരിച്ചു നോക്കിയില്ല. എന്നാൽ ഈ കാർപോർട്സ് നമ്മൾ മാറ്റലുണ്ടോ? വേണമെങ്കിൽ അപ്പുറം ബാക്കിലൊക്കെ ശരിയാ. ഫ്രണ്ട് തന്നെ എപ്പോഴും വെക്കത്, ഫ്രണ്ട് തന്നെ എപ്പോഴും അതിന്റെ സ്ഥാനം വലുത് നടുവ് തന്നെ ഉണ്ടാവും. ബാക്കിയെല്ലാ വണ്ടി അപ്പുറം ഇട്ടല്ലോ. മര്യാദക്ക് ഫുഡ് കഴിക്കുന്ന കോയിനെ എന്താ എല്ലാവരും ഒരുമിച്ച് കഴിക്കുമ്പോ അതിനെടുത്ത് കൊണ്ടുവന്നൊക്കെ എന്നിട്ട് വെറുപ്പിക്കുന്നത്. എന്റെ ഫേവറേറ്റ് കോയി അത്. നല്ല ഭംഗിയാ. എന്റെ ഫേവറേറ്റ് കോയാ. ഞാന് വീഡിയോയിൽ കാണിക്കുന്ന കോയിനൊക്കെ നായി പിടിച്ചോണ്ട് അവളെ നോക്കണേ നിങ്ങള്. നോട്ടെ, ഇനി ഇഷ്ടായില്ല. കാലുകൊണ്ടൊക്കെ തട്ടി മാറ്റി മാറ്റി. ഇവന്റെ ഫേവറേറ്റ് കോയി ആണല്ലേ. ഇനി ഇങ്ങനെ സ്പെഷ്യൽ തിന്നാൻ കൊടുക്കണല്ലോ. എല്ലാവർക്കും കൊടുക്കുന്നതായി തന്നെ. അതിനെന്ത് തിന്നാൻ കൊടുക്കുന്ന അതിനെടുത്തോണ്ടോന്നല്ലേ? അല്ലടി, അത് തിന്നിടത്തുനിന്ന് എടുത്തോണ്ടോന്നല്ലേ ഞാൻ എന്തേ കൊടുക്കുക ആൾക്കാരോ. റീലും എടുത്ത് നമ്മളിപ്പോൾ ഇങ്ങനെ പോയർത്തിരിക്കല്ലേ. നമുക്കിന്ന് പുതിയ അതിഥി ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വീട്ടിൽ വരുന്ന ആളാ. ഇടയ്ക്കിടയ്ക്ക് മുഖം കാണിക്കാത്ത ഒരാളും ഞങ്ങളെ അമ്മന്റെ താത്തയും ഹസ്ബൻഡ് പരിചയപ്പെടുത്തി കൊടുക്കീ. അളിയും പാപ്പാ അളിബാബ നമുക്ക് ഇന്ന് അവിചാരിതമായി കിട്ടിയതല്ലേ. നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്തോണ്ട് നിക്കേനു നോക്കുമ്പോണ്ട് മുന്നേ തന്നെ അളിയപ്പാപ്പ അപ്പൊ പിടിച്ച് അതിലേക്ക് ഇട്ട്. അളിബാബ ഒരു ആക്ടറാണ്. ഇതുവരെ ആരും അറിയാതെ ഒളിഞ്ഞിരുന്നൊരു ആക്ടർ. ആ കഴിവ് പുറത്തെടുത്തില്ല ഇത്രയും കാലം. എടുത്തോണ്ടിരിക്കാണ്, റീസെന്റ് ആയിട്ട് ഇപ്പൊ എടുത്തോണ്ടിരിക്കാന്നല്ലേ. അപ്പൊ ഇവന്റെ വീടിന്റെ അടുത്തുള്ള ഒരു സ്ഥലാട്ടോ. നമ്മളിങ്ങനെ ഈവനിങ് ഒക്കെ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വരും അല്ലേ.